ഇതാ അപ്പൊ ഇത് ചക്കക്കുരു മാങ്ങയായിട്ടുള്ള മൽപ്പിടുത്തമാണ് കേട്ടോ. കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നപ്പോൾ അത് കറി വെക്കണം കുറേ ദിവസമായി. ഇപ്പം മാങ്ങ ഉണ്ടായില്ല. അപ്പം മാങ്ങ ചനച്ചതാണ്, എന്നാലും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ചക്കക്കുരു മാങ്ങ കറി വെക്കാം. ചക്ക വന്നപ്പോൾ മുതൽ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണേന്ന്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, എന്നാലും അത്യാവശ്യം കൊള്ളാം, കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. കുറച്ചൊക്കെ മൂത്ത് പോയി, നല്ലതുള്ളത് എടുക്കാം. അപ്പോൾ ഇത് ചിരണ്ടി എടുക്കട്ടെ. ഇതാ നമ്മുടെ ചക്കക്കുരു ഒക്കെ ക്ലീൻ ചെയ്ത് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാകം വെള്ളം ഒഴിക്കുക. ഇത് വേവാനുള്ള വെള്ളം മതിയേ. ഒഴിച്ച് നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. മാങ്ങ മൊത്തം കറിക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഇടേണ്ടി വരും. അടച്ച് തീർത്ത് കൊടുക്കാവേ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങ ചെത്തിയെടുക്കാം. നോക്കട്ടെ. ചനച്ചിട്ടില്ല കേട്ടോ. ചെറിയൊരു കളർ മാറ്റമുള്ളൂ, പക്ഷെ ചനച്ചിട്ടില്ല. പുളി ഉണ്ടോ നോക്കട്ടെ. ശരിക്കും കോമാങ്ങയാന്ന് തോന്നുന്നു, മൂവാണ്ട മാങ്ങയല്ല കേട്ടോ. കോമാങ്ങയുടെ ടേസ്റ്റാണ്. എന്തായാലും പുളി കുറവാ, എന്നാലും സാരമില്ല, മാങ്ങ ഇടണമല്ലോ. ചെത്തിയെടുക്കാം. ഇതാ മാങ്ങയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പം ഉടച്ചിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതാ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇടുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. 3 എരിവുള്ള പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. അത് എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്തോണം. കുറച്ച് കറിവേപ്പില ഇട്ട് അരയ്ക്കുന്നുണ്ട്. അരഞ്ഞു വരുമ്പോൾ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. നമുക്ക് തേങ്ങ എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇട്ട് കൊടുക്കാം. അതായത് അരപ്പ് കൂടുതൽ വേണ്ടവർ കൂടുതലിടുക. ഞാനൊരു 3.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3.5 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു ഇത്തിരി ജീരകം. ഉള്ളിയും മുളകൊക്കെ അടിയിലാണ് ഇട്ടേക്കുന്നത്, നല്ലോണം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാവേ, എന്തോന്നറിയണ്ടേ. ആരും ചോദിച്ചില്ല. വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉടച്ചെടുക്കാം. ഇപ്പൊ നല്ലോണം വെന്തു, അധികം വേണ്ട. ഇങ്ങനെ നല്ലോണം തവി വെച്ച് ഉടച്ചെടുക്കണം. പണ്ട് ഇതൊക്കെ മൺചട്ടിയിൽ കുറേ നേരം വെച്ച് തിളപ്പിച്ച് വേവിച്ച് നല്ല ചിരട്ടത്തവി കൊണ്ട് ഉടച്ച് അങ്ങനെയൊക്കെയാണ് ഇത് വെച്ചോണ്ടിരുന്നത്. അതൊക്കെ ഒരു അന്നത്തെ കാലത്ത് കറി വെക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. അങ്ങനെ ആ ടേസ്റ്റ് ഇറങ്ങണമെങ്കിൽ, ചാറിലോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഉടച്ചു കൊടുക്കണം നല്ലോണം. മാങ്ങ ഇടുന്നതിന് മുമ്പ് ഉടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ മാങ്ങ മൊത്തം ഉടഞ്ഞു പോകും. ഇതിലേക്ക് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ല തേങ്ങ അരച്ചത്. തേങ്ങ അരയ്ക്കുമ്പോൾ ഇടുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു വിസിൽ വരുത്തിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വിസിൽ തുറന്ന് വെച്ചിട്ട് ഒന്ന് തീ കത്തിച്ച് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. മാങ്ങയ്ക്ക് അധികം വേവില്ല, അത് തിളയ്ക്കുമ്പോൾ തന്നെ വേവും കേട്ടോ. മാങ്ങയൊക്കെ എന്തായി നോക്കട്ടെ കേട്ടോ. തീ കെടുത്തിട്ടുണ്ട്, തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. എന്തോ നോക്കട്ടെ. മാങ്ങ ഇച്ചിരി വേവാനുണ്ട് കേട്ടോ. മാങ്ങ ഇച്ചിരി പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് അലുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ, ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം നമ്മൾ കടുകൊക്കെ താളിച്ചിട്ടു.
വീഡിയോ കിട്ടിയില്ല, ഓണാക്കാൻ മറന്നുപോയി. സാരമില്ല അല്ലേ. അപ്പോൾ അതേ ചക്കക്കുരു മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഒരു പണി കൂടെ, കുറച്ച് മാങ്ങ ഞാൻ ചെത്തി വെച്ചിട്ടുണ്ട്. ഇതാ ചനച്ചതൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, കുറച്ച് അച്ചാറാണെന്ന് വിചാരിച്ചാ. ചനച്ചതാ. കുറച്ച് അരിഞ്ഞെടുക്കട്ടെ.